അപ്പം നമുക്കിന്നൊരു നെയിം മീറ്റിംഗ് ചാലഞ്ച് നോക്കിയാലോ. ഇന്നും ഒരു ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള നെയിം ആട്ടോ, സഫ എന്നാണ് പേര്. അങ്ങനത്തെ എസ് വെച്ചൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അടുത്തുള്ള ഉപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, S for salt. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്നില്ല, ഇനി എത്ര വെള്ളം കുടിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല, ഇനി BP ഒന്ന് ചാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആദ്യം ഒരു ആവശ്യത്തിന് ഞാൻ കുറേ ഉപ്പ് എടുത്തെങ്കിലും പിന്നീട് തോന്നി വെറുതെ പണി കിട്ടണ്ടാന്ന്. അപ്പോൾ ഞാൻ കുറച്ച് അളവിൽ മാത്രമേ ഉപ്പ് എടുത്തിട്ടുള്ളൂ, എങ്കിലും ഭയങ്കര സുഖമായിരുന്നു. ഉപ്പ് കഴിച്ചതിന് ശേഷം നാവതെ ഭയങ്കര സീനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം ചേർക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് A ആണ്, A for ആപ്പിൾ. നമ്മൾ KG തൊട്ട് പഠിച്ചിട്ട് വരുന്നത് ഇതൊക്കെയാണല്ലോ, പിന്നെ ഞാനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അടുത്ത ലെറ്ററാണ് F. F4 എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫെനുഗ്രീക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഉലുവ. ഇത് പിന്നെ കഴിക്കാൻ വലിയ പാടൊന്നുമില്ല, കാരണം മാസം പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് വയറുവേനൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ജുജൂബ ആയിരുന്നു ഇതെനിക്ക്. അങ്ങനെ അത് ഈസി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ലെറ്റർ വീണ്ടും A തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് കുറച്ച് അച്ചാർ എടുത്ത് കഴിക്കാൻ. അമ്മ ഇന്നലെ ഉണ്ടാക്കിയ അച്ചാറായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടാണ് ഇത്രയും കട്ടായിട്ടിരിക്കുന്നത്. മാങ്ങയും അതുപോലെ ഡേറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഉപ്പും മധുരവും എരിവൊക്കെ ആയിട്ടുള്ള അച്ചാറായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സഫ എന്നുള്ള പേരിൽ എനിക്ക് അത്ര വലിയ പണികളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതും ചെയ്യാം കേട്ടോ. നെയിം മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും തിങ്സ് ആയിക്കോട്ടെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ ലെറ്റേഴ്സിന് എന്തൊക്കെ ചൂസ് ചെയ്യാന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.